അസ്സാം വലൈക്കും ഹായ് ഓൾ. അപ്പോൾ ഇന്നില്ല എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. ഫുള്ളായിട്ട് കണ്ടോ. എല്ലാവരും പ്രശ്നം എന്താ, തടി കൂടുന്നു, ഷുഗർ കൂടുന്നു, PCOD. നമ്മൾ സ്ത്രീകളെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ അതിനെല്ലാം ഒരു പരിഹാരമാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനില്ലേ മാർക്കറ്റിൽ പോയി നല്ല അടിപൊളി മൂത്ത കൊല നോക്കിയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നേന്ത്രപ്പഴത്തിൻ്റെ കൊലയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ പുറത്തെല്ലാം പോയി വന്നത് ഞാൻ അന്ന് ഫ്രഷായി മേല് കഴുകിയിട്ട് വരാമെന്ന് വെച്ച് ഞാനങ്ങ് പോയി മോളോട് പറഞ്ഞു നീ ഒന്ന് തൊലി കളഞ്ഞെടുക്കുക എന്നുള്ളത്. അങ്ങനെ അവൾ തൊലി കളയുന്നുണ്ട്. 24 hours ഫോണും കൊണ്ടല്ലേ. അപ്പോൾ പിന്നെ അവർക്ക് ഇങ്ങനെ കിച്ചണിൽ വിളിച്ച് ഞാൻ ജോലി ചെയ്യിപ്പിക്കും കേട്ടോ. നിങ്ങളെ മക്കളെല്ലാം എങ്ങനെയാണ് വെക്കേഷനായിട്ട് എന്താണ് ആക്ടിവിറ്റീസൊക്കെ? ഇവിടെ ഒന്നുമില്ല കേട്ടോ, ഫുൾ ടൈം ഫോൺ തന്നെയാണ്. അപ്പോൾ ഞാൻ മാക്സിമം ഇങ്ങനെ എൻ്റെ കൂടെ അവരെ ജോലിക്ക് ഹെൽപ്പാക്കാൻ നിൽപ്പിക്കലാണ് ഇപ്പോൾ പതിവ്. അങ്ങനെ ഇവർ തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. ഇതൊന്നുമില്ല, നമുക്കെന്താണ് എന്നെ സംബന്ധിച്ചത് ഇപ്പോൾ റമദാൻ കഴിഞ്ഞാൽ നല്ല വെയിറ്റ് കൂടിയിട്ടുണ്ട് ഞാൻ. കാരണം ഞാൻ തിരക്കില്ലാത്ത സമയത്തൊക്കെ എനിക്ക് വേറെ തന്നെ ഫുഡ് ഉണ്ടാക്കലുണ്ടായിരുന്നു, മക്കൾക്ക് വേറെ ഫുഡ്. ഇപ്പോൾ അതിനൊന്നും സമയമില്ല. എന്താ വെച്ചാൽ നമ്മൾ ബിസിനസ്സിൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്താണോ കുട്ടിയൊക്കെ ഉണ്ടാക്കുന്നത് അത് തന്നെയാണ് ഞാൻ കഴിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നല്ലപോലെ വെയിറ്റ് കൂടിന്. റമദാനിൽ എണ്ണക്കടിയൊക്കെ നന്നായിട്ട് കഴിച്ചിന്, അതിൻ്റേതായതും ഉണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും ഇനിയിപ്പോൾ ഒന്നൊന്ന് ചവിട്ടി പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഫുള്ള് സൈഡാവുമെന്ന് എനിക്ക് 100% ഉറപ്പായത് കൊണ്ട് ഞാൻ വിചാരിച്ച് എന്തെങ്കിലും ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഉണ്ടെങ്കിൽ നല്ലതാണ്, വളരെ നല്ലതാണ്. ഞാനിപ്പോൾ ഇതിലേക്കില്ല മഞ്ഞൾ ഉപ്പ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇതേ കനത്തിൽ അങ്ങ് മുറിച്ചെടുത്താൽ മതി. നമുക്കിത് ഉണക്കാനാണ് ചെയ്യേണ്ടത്. അടുത്ത സ്റ്റെപ്പ് ഉണക്കലാണ്. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അധികം നേരിയതാക്കും പൊട്ടിപ്പോവും. അപ്പോൾ 1 ഇഞ്ച് കനത്തിൽ അങ്ങനെ ഞാൻ റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് മഞ്ഞളും ഉപ്പും ഇട്ട് കുറച്ച് സമയം അത് സോക്ക് ചെയ്ത് വെക്കുമ്പോൾ പഴത്തിൻ്റെ കറ മൊത്തത്തിൽ ഇളകി വരും, നന്നായിട്ട് ഇളകി വരുന്നുണ്ട്. എന്നിട്ട് 2-3 പ്രാവശ്യം വാഷ് ചെയ്തിട്ട് നമുക്ക് ഒരു അരിപ്പയിലിട്ട് ഡ്രൈൻ ചെയ്യാൻ വെക്കാം. അപ്പോൾ ഒരു സ്റ്റെപ്പാണിത്. അടുത്ത ബാച്ചിലേക്കുള്ളതാണ് ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 2 ബാച്ചിലോട്ട് 4.5 കിലോ ഉണ്ടായിരുന്നു ഈ ഒരു കൊലയുടെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെച്ചാൽ എനിക്ക് ഈസിലി ഉണ്ടാക്കിയെടുക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടോ ഈ ഒരു പരിപാടി ഒപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ജോലിക്ക് പോകുന്നവർക്കായാലും പിന്നെന്താണ് അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ രാവിലെ തന്നെ ഇത് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഞാൻ വാങ്ങിച്ചിട്ട് ട്രൈ ആക്കി നോക്കിനേനു. പക്ഷേങ്കിൽ ഭയങ്കര വില. 1/2 കിലോന് തന്നെ എനിക്ക് തോന്നുന്നു 350 പ്ലസ് ഷിപ്പിംഗ് ചാർജൊക്കെ വരുന്നുണ്ട്. അപ്പോൾ 350, എനിക്കിപ്പോൾ ഈ കൊലക്കായത് 380 രൂപയാണ്. അപ്പോൾ 380 രൂപക്ക് 4 കിലോ കിട്ടിയാൽ നമുക്ക് ഒരുപാട് ദിവസം നമുക്ക് ഉപയോഗിക്കാമല്ലോ. അല്ലാണ്ട് 1/2 കിലോനാണ് ഞാൻ 350 രൂപക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചത്. ഒരു ഓൺലൈൻ പേജിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമില്ല. ബനാന പൗഡർ പറഞ്ഞ് ഞാനിതിൻ്റെ പേര് പറഞ്ഞിട്ടില്ലേ, നല്ല പോലെ ഒരാഴ്ച ഞാനിത് ഉണക്കി എടുത്തിട്ടുണ്ട് മക്കളെ. ഇതാണെങ്കിൽ കഴുകി ഞാൻ എടുത്തപ്പം തൊട്ട് മഴ 3 മണിയാകുമ്പോൾ മഴ പെയ്യാൻ തുടങ്ങും. എടുത്തോടും എന്താ പറയണ്ടേ, കഷ്ടപ്പെട്ടു പോയി കേട്ടോ ഞാനിത്. അപ്പോൾ മഴ വരുന്നതിന് വേഗം വാങ്ങിച്ചിട്ട് നിങ്ങൾ വേഗം വെയിലുള്ള സമയത്തൊന്ന് പൊടിച്ച് സ്റ്റോർ ചെയ്താൽ മഴക്കാലത്ത് നമുക്ക് സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് ഉണക്കിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിൽ തന്നെ പൊടിച്ചെടുക്കുന്നുണ്ട്. എൻ്റെ ഫൈനൽ നമുക്ക് പുട്ടി ഇടാം, ദോശ ഇടാം. അപ്പോൾ നമുക്ക് നല്ല കാലറി കുറവാണ്. അതോടൊപ്പം തന്നെ ഷുഗർ ഹൈ ആവില്ല. പിന്നെ വെയിറ്റ് കുറയാനൊക്കെ സഹായിക്കും. വിശപ്പ് മാറുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്ക് വയറ് നല്ല ഫില്ലായി നിൽക്കും. അപ്പോൾ ഇത് ഞാൻ ദോശ ഇടുന്നതും പുട്ടി ഇടുന്നതൊക്കെ റെസിപ്പീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല പോലെ ഇത് ഞാനൊന്ന് അരിപ്പയിലിട്ട് അരിക്കുന്നുണ്ട്. പൊടിയാത്തത് വീണ്ടും എനിക്ക് തോന്നുന്നു ഒന്നും കൂടി എൻ്റെത് ഉണങ്ങണേനൊന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെച്ച് ഫ്രിഡ്ജ് സൂക്ഷിക്കാം. അധികം ഉണങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ ഫ്രിഡ്ജ് സൂക്ഷിക്കാം. നല്ലപോലെ ഉണക്കിയെടുത്ത് ഇങ്ങനെ നല്ല സൗണ്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ പൊടിക്കുമ്പോൾ ഒരു സോഫ്റ്റ്നെസ് അല്ല, പൊടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു തരിതരിപ്പ്, അത് പിന്നെ പൊടിയാൻ കുറച്ച് ബുദ്ധിമുട്ടിയിരുന്നു ഞാൻ. അപ്പോൾ ഉമ്മ പറഞ്ഞ് കുറച്ചും കൂടി ഉണങ്ങണേനോ എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഈ മഴ വന്നല്ലോ, നമ്മളിപ്പോൾ വേനൽ മഴ വന്നത് കൊണ്ട് തന്നെ അതാണ് എനിക്ക് പറ്റിയത്. ഞാൻ ഇതിന് മുമ്പേ ചെയ്യണമെന്ന് വിചാരിച്ചതാട്ടോ. സമയം കിട്ടാത്തതുകൊണ്ട് പിന്നെ ലാസ്റ്റ് ഞാൻ എങ്ങനെയൊക്കെ സമയം കണ്ടെത്തി ചെയ്തതാണിത്. കാരണം ഇത് മുറിച്ചിട്ട് ഉണക്കലും പിന്നെ രാവിലെ എടുത്ത് വെയിലത്ത് വെക്കണം, വൈകുന്നേരം എടുത്ത് വെക്കണം. അപ്പോൾ ചിലപ്പം വൈകുന്നേരം ഉണ്ടാവില്ല. അതൊക്കെ കൊണ്ടാണ് ഞാനിങ്ങനെ ഡിലേ ആയിപ്പോയത്. അപ്പോൾ നിങ്ങൾ വേഗം മഴ തുടങ്ങുന്നതിന് മുന്നേ ചെയ്തോ. അടിപൊളിയാണ്, രക്ഷയില്ല. ഞാൻ പറഞ്ഞല്ലോ ഞാൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇത്രയും വില കൊടുത്തിട്ടാണ് വാങ്ങിച്ചതെന്നുള്ളത്. അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഉണ്ടാക്കുന്നത് വിചാരിക്കുക. അപ്പോൾ അവർക്ക് നോർമൽ ഡയറ്റ് ചെയ്യുന്നവർക്ക് ദോശ കൊടുത്തേക്ക്. അപ്പോൾ നമ്മളിതുകൊണ്ട് ദോശ ഉണ്ടാക്കുക, രാവിലെ പുട്ടുണ്ടാക്കുക, അല്ലെങ്കിൽ രാത്രി ഗോതമ്പ് ദോശ ചുടുന്നതിന് പകരം നമുക്ക് ഇതേപോലെ ചുട്ടെടുക്കാം. ഞാൻ ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചേക്കുന്നുണ്ട്. എൻ്റെ ഒരു കാര്യം പറയുകയാണ്, മുട്ട എനിക്ക് കംപ്ലീറ്റ്ലി മടുത്തിട്ടുള്ള എന്താണെന്നറിയില്ല. മുട്ട പുഴുങ്ങിയിട്ട് കഴിക്കാൻ പറ്റുന്നില്ല, പുളിസ കഴിക്കാൻ പറ്റുന്നില്ല, മുട്ട അട കഴിക്കാൻ പറ്റുന്നില്ല, ഒന്നും കഴിക്കാൻ പറ്റില്ല. അത്രയും എനിക്ക് മുട്ടയുടെ അലർജി വന്നിന്. ഇപ്പോൾ കഴിച്ച് ഡയറ്റിൽ എപ്പോഴും നമുക്ക് ആദ്യം കഴിക്കുന്നത് മുട്ടയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മുട്ട
മടുപ്പാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കുഴപ്പമില്ല കേട്ടോ. എന്തിൻ്റെങ്കിലും ഉള്ളിലങ്ങ് ആഡ് ആയാൽ കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ദിവസം മിനിമം നമ്മൾ 2 മുട്ടയെങ്കിലും കഴിക്കണം. അതുകൊണ്ട് തന്നെ ഡയറ്റ് ചെയ്യുമ്പോഴുള്ള അവസ്ഥ കേട്ടോ പറയുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ സാധാരണ ചില ആൾക്കാർ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ദോശ ഇതങ്ങ് കഴിക്കും, എന്നിട്ട് അതിൻ്റെ മേലെ ഒരു അരിദോശ എടുത്ത് കഴിക്കും. അത് പാടില്ല കേട്ടോ. കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഇതന്നെ ചെയ്യണം. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം വരെ എന്നെ പറയരുത്. ഫസ്റ്റ് നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് എത്ര ഷുഗർ ഉണ്ട് നോക്കുക. ഷുഗറുള്ള ആൾക്കാരുടെ കാര്യം കേട്ടോ പറയുന്നത്. എൻ്റെ ഉമ്മാനോടെല്ലാം ഞാൻ പറയും, പക്ഷേ ഉമ്മാക്കൊന്നും ഇത് മാത്രം കഴിച്ചാൽ ഒന്നും ആവില്ല. അതിൻ്റെ മേലെ ഒരു അരിദോശ കഴിക്കണം, അത് നടപ്പില്ല കേട്ടോ. ഇത് മാത്രം കഴിക്കുക, ഇത് മാത്രം മതി. നമുക്ക് ഉച്ച 1 മണി വരെ വയറ് ഫില്ലായിട്ട് അവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു 11 മണി വേണം എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കാം. പക്ഷേങ്കിൽ ഇത് നിങ്ങൾ ഇതിൻ്റെ കൂടെ ഇഡ്ഡലിയോ ദോശയോ പുട്ടോ വേറൊന്നും അരിഭക്ഷണം കഴിക്കാനേ പാടില്ല, ഗോതമ്പും കഴിക്കാൻ പാടില്ല. ഇത് മാത്രമേ കഴിക്കാവൂ, എന്നാലേ റിസൾട്ട് കിട്ടുള്ളൂ. ഞാൻ പറയുന്നത് എനിക്ക് അടിപൊളി റിസൾട്ട് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ അത്രയും റിസൾട്ട് കിട്ടി നിങ്ങളെ മുന്നിൽ പറയാമെന്ന് വിചാരിച്ചിട്ട് ഇത്രയും വെയിറ്റാക്കി നിന്നത്. അപ്പോൾ ഇതിൽ 2 മുട്ട പൊട്ടിച്ച് ഞാൻ 2 മുട്ട പൊട്ടിച്ചിട്ട് എനിക്ക് മാത്രം 1 സ്പൂണ് ആ ഒരു പൗഡർ ഇട്ടിട്ട് ബനാന പൗഡർ ഇട്ടിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. നല്ല ചിക്കൻ സ്റ്റൂ അല്ലെങ്കിൽ ബീഫ് വരട്ടിയത്, മത്തി വരട്ടിയത്, അയില വരട്ടിയത്, എന്തായാലും കുഴപ്പമില്ല, നമുക്കിത് കറി കൂട്ടി കഴിക്കാം. എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡയറ്റ് ചെയ്യുമ്പോൾ എനിക്ക് നോർമലി കുട്ടിക്ക് കുറച്ച് ഗോതമ്പ് ദോശ ഇട്ട് രാത്രിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ ഒരു ദോശയെ കുട്ടികളിത് കഴിക്കില്ല. അപ്പോൾ അങ്ങനെ കഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ നിങ്ങളടുത്തൊരു കഥ പറയാം, എനിക്ക് പറ്റിയ ഫ്ലോപ്പ്. അപ്പോൾ ഞാനിങ്ങനെ പല ഓൺലൈൻ പേജിലും നമ്മളെ ABC പൗഡർ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിനോടൊപ്പം തന്നെ എന്തായാലും ഇന്ന് മെനക്കെട്ട് ഇറങ്ങിയിന് നമുക്ക് കുറച്ച് ABC പൗഡർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ കുറച്ച് ബീട്രൂട്ട്, ക്യാരറ്റ്, ആപ്പിളൊക്കെ വാങ്ങിച്ച് ഞാൻ വിചാരിച്ച് സെറ്റാക്കി എടുക്കാം. ഒന്ന് എനിക്കുള്ളതും ഇത് കുട്ടികൾക്കുള്ളതും. കുട്ടികൾക്ക് ഇത് കുറച്ച് പാല് കലക്കി കൊടുക്കാമല്ലോ അങ്ങനെ. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ചെയ്യാമല്ലോ. വെറുതെ നമുക്ക് കിട്ടാത്തത് നമ്മൾ പൈസ കൊടുത്ത് തന്നെ വാങ്ങിക്കണം. പക്ഷേ ബനാന പൗഡറിനെ ഞാൻ വാങ്ങിച്ചത് ആ ഒരു പൈസ എനിക്ക് വലിയൊരു, കാരണം ആ ഒരു പൗഡർ 1 കിലോ എന്ന് പറയുമ്പോൾ എനിക്കൊരാൾക്ക് ഒരു 4 ദിവസം എത്തിയിട്ടുള്ളൂ. അപ്പോൾ അത് ഭയങ്കര ഒരു പൈസയായിട്ട് എനിക്ക് തോന്നി. സാധാരണ നമുക്കത് കാരണം അത് അത്രയും എഫേർട്ട് ഉണ്ട് അത് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ജോലിക്ക് പോകുന്നവർക്കോ സമയം ഇല്ലാത്തവർക്കോ ഇതൊന്നും ഉണക്കിയെടുക്കാനുള്ള സൗകര്യം ഇല്ലാത്തവർക്കാണെങ്കിൽ ഓൺലൈൻ ത്രൂ വാങ്ങിക്കാം. സൗകര്യവും സമയവും സന്ദർഭമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ, വെറുതെ കളയണ്ട. കുറച്ചും കൂടി നമുക്ക് ക്വാണ്ടിറ്റി ഉണ്ടാവും. അതാണ് അവരത്രയും പൈസ വെറുതെ വാങ്ങിക്കുന്നതിൽ അത്രയും എഫേർട്ട് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആ പഴം മുറിച്ചിട്ട് ഞാൻ വെയിലത്ത് ഉണക്കാൻ ഇടുമ്പോഴത്തേക്ക് എൻ്റെ കാല് പൊള്ളിട്ട് നിൽക്കാൻ പറ്റും. ഞാൻ ഓടിയിരുന്നു അവിടെ കൊണ്ടുപോയിട്ടിട്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഞാൻ എടുക്കുന്നതൊന്നും എടുക്കാനുള്ള വീഡിയോ എടുക്കാനുള്ള ടൈം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 5 ദിവസം 6 ദിവസം നമ്മളിത് ഉണക്കണം. ഒരാഴ്ച എന്തായാലും ഉണക്കണം, നന്നായിട്ട് ഉണങ്ങണമെങ്കിൽ അത്രയും സമയം ഉണക്കണം. പിന്നെ നല്ല വെയിലാകുമ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ ഒരു 3 മണിയാകുമ്പോൾ മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ അത്രയും സമയം നമുക്ക് കിട്ടുന്നുള്ളൂ. രാവിലെയാണെങ്കിൽ ചില ദിവസം എന്നോട് നേരത്തെ തന്നെ കൊണ്ടുപോയി വെക്കാനും മറന്നു. 11 മണിയാകുമ്പോൾ ചിലപ്പോൾ ഓർക്കയ്യോ ഇത് വെയിലത്തിട്ട് വെച്ചിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആ ഒരു ദിവസം തന്നെയാണ് ഞാൻ ഇതും ചെയ്തെടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ കഥ ഞാൻ പറയാം എന്തായെന്നുള്ളത്. കുറച്ച് 1 കിലോ ബീട്രൂട്ട്, 1 കിലോ ക്യാരറ്റ്, പിന്നെ 1 കിലോ ആപ്പിൾ, ആ ഒരു റേഷ്യോ ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ സംഭവം സെറ്റായി വെയിലത്തിട്ട് ഉണങ്ങി നമുക്ക് അപ്പം തന്നെ മിക്സിയിലിട്ട് പൊടിച്ച് കുട്ടിക്ക് പാല് കലക്കി കൊടുക്കാമല്ലോ എന്നുള്ള വന്തെല്ലാം പ്രതീക്ഷയുടെ റബ്ബേ ഞാൻ ഇത് കട്ട് ചെയ്ത് ഇത്രയും സമയം എടുത്ത് ഒരു ദിവസത്തെ എല്ലാ ജോലികളും മാറ്റി വെച്ച് ഞാൻ ഇതിൻ്റെ പുറകെ നിന്നത്. ഞാൻ മെയ് 1 നമുക്കൊരു ലീവ് വന്നിനല്ലോ, അന്നായിരുന്നു ഞാനിത് ചെയ്തത്. കാരണം എനിക്ക് ഒരു ഓഫ് വരുന്ന ദിവസം നോക്കിയിട്ട് ഞാൻ ഇങ്ങനത്തെ ജോലിയൊക്കെ നിൽക്കുക. അപ്പോൾ അന്ന് ഞാൻ സമയം കണ്ടെത്തി അതേ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെച്ചതാണ്. ആ ഒരു ദിവസം നമുക്ക് കൊറിയർ ഇല്ലാത്ത ദിവസം അന്ന് ഇതൊക്കെ ചെയ്തെടുക്കണമെന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഇത് ഉണങ്ങിയില്ല എനിക്ക്. കാരണം മഴ കൊണ്ടോ എന്തുകൊണ്ടോന്നല്ല, ഞാൻ മാർക്കറ്റിൽ പോയി സാധനമെല്ലാം വാങ്ങിച്ച് വരുമ്പോൾ 11 മണിയായി. എല്ലാം കട്ട് ചെയ്ത് വെയിലത്തെത്തുമ്പോൾ ഒരു 12 മണിയായി. കഷ്ടകാലത്തിന് 3 മണിയാകുമ്പോഴത്തേക്ക് കുടുകുടാ ഇടിയും മഴയും. അതോടുകൂടി തന്നെ എല്ലാം എടുത്ത് വെക്കേണ്ടി വന്നു. പിറ്റേ ദിവസമാകുമ്പോൾ ഇതിൻ്റെ ചെറിയൊരു പൂപ്പൽ. പഴത്തിനൊന്നും സംഭവിച്ചിട്ടില്ല. ക്യാരറ്റ്, ബീട്രൂട്ട്, ആപ്പിളിന് ചെറിയൊരു പൂപ്പൽ പോലെ എനിക്ക് തോന്നിയത് കാരണം മക്കളെ ഞാനത് കളഞ്ഞു. പൂപ്പ് വന്ന സാധനം നമ്മൾ കഴിക്കാൻ പാടില്ല, നമുക്ക് വയറിന് കേടാണ്. അത് കഴുകിയാലും ആ ഫംഗസ് അതിലുണ്ടാവും. അതുകൊണ്ട് പിന്നെ പൈസ നോക്കിയിട്ട് കാര്യമില്ല. എൻ്റെ ആപ്പിൾ ഞാൻ കരിഞ്ഞു പോയി ഗൈസ്, കരിഞ്ഞു പോയി. എന്ത് ചെയ്യാൻ, അത്രയും പൈസ കൊടുത്ത് വാങ്ങി. ആപ്പിളും ഞാൻ കളഞ്ഞ്, ക്യാരറ്റും കളഞ്ഞ്, ബീട്രൂട്ടും കളഞ്ഞ്, ഒക്കെ കഴിഞ്ഞ് ഞാൻ ആരോടും പറയാതെ അത് കളഞ്ഞ്. ഒരു രക്ഷയില്ല. കാരണം നന്നായിട്ട് രാവിലത്തേക്ക് അത് പൂത്തുപോയി. എന്തുകൊണ്ടാണെന്നറിയില്ല. ആരെങ്കിലും ഇത് ചെയ്യാറുണ്ടോ, വീട്ടിൽ ഉണക്കാറുണ്ടോ, പൊടിക്കാറുണ്ടോ, എനിക്ക് ഉണ്ടെങ്കിൽ ഒന്ന് പേഴ്സണലി കമൻ്റ് അയക്കണം. എനിക്ക് പറ്റിയൊരു ഫോൾട്ടാണ് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ആക്കുന്നത്. ഞാൻ വിചാരിച്ചത് പൊടിച്ചെൻ്റെ മക്കൾക്ക് രാവിലെ രാത്രി പാലിലൊക്കെ കലക്കി കൊടുക്കാം. അവർക്കൊക്കെ കണ്ണിൻ്റെ സൈഡ് ഭയങ്കര ഡാർക്ക് സർക്കിൾ വന്നിട്ടുണ്ട്. അതിനൊക്കെ ഒരു പരിഹാരമാണല്ലോ ഇത്. ഇവർ കഴിക്കില്ല.
ആപ്പിൾ കഴിക്കൂട്ടാ, പക്ഷേ ക്യാരറ്റും ബീട്രൂട്ടും തോരൻ വെച്ചാൽ ഇത്തിരി എങ്ങനെ കഴിച്ചാൽ അതിനെ കൊണ്ടൊന്നും കാര്യമില്ല. നമ്മളെ ബോഡിയിൽ എഫക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അത്യാവശ്യം നിത്യേന കഴിക്കുമ്പോൾ നമുക്ക് എന്ത് എഫക്റ്റ് ചെയ്യാം. അപ്പോൾ അതേപോലെ ഇവർ കഴിക്കണ്ടേ, പിന്നെ എന്താക്കാനാ. എനിക്ക് കരച്ചിൽ വരുന്നത് ഞാനിപ്പോൾ ഇത് മുറിച്ചിടുന്ന കാണുമ്പോൾ സത്യമായിട്ടും അത്രയും കഷ്ടപ്പെട്ടതായിരുന്നു. ബനാന പൗഡർ നിങ്ങൾ ആദ്യം ഒരു 2-3 പഴം ഒന്ന് കഴുകി ഇങ്ങനെ ഉണക്കിയെടുത്തിട്ട് പൊടിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ദോശയുടെയൊക്കെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടുതൽ കഴുകി ഉണക്കി പൊടിച്ച് വെച്ചോട്ടോ, വെറുതെ കളയണ്ടല്ലോ. എന്നെപ്പോലെ ഒരു കൊലയൊന്നും വാങ്ങിച്ചിട്ട് ഫസ്റ്റ് ടൈം ട്രൈ ആക്കണ്ട. ആ ടേസ്റ്റൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് പൊടിപ്പിച്ച് വെച്ചോളൂ കേട്ടോ. ഞാൻ എനിക്ക് ഓക്കെ ആയത് കൊണ്ടാണ് ഞാനത് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചത് കേട്ടോ. അപ്പോൾ ഇത് പക്കാ ഫ്ലോപ്പായിരുന്നു. ഇതാരും ട്രൈ ആക്കണ്ട. ബനാന പൗഡർ എല്ലാവരും ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയാം നമ്മളെടുത്ത്. അപ്പോൾ ഇൻഷാ അള്ളാ ഈ ഒരു കഷ്ടപ്പാട് വെറുതെ എൻ്റെ സമയവും എൻ്റെ പൈസയും ഒക്കെ നഷ്ടപ്പെട്ട് ഇതിന് എന്തെങ്കിലും വേറെ എന്തെങ്കിലും വഴിയുണ്ട് എന്നോട് പറഞ്ഞു തരണേ. അപ്പോൾ ഇൻഷാ അള്ളാ നല്ല വീഡിയോ ആയിട്ട് വരാം.